ഹായ്, ഇതാണ് നമ്മൾ പറഞ്ഞ ആ വീട് കേട്ടോ. നമ്മൾ പത്തനംതിട്ട ജില്ലയിൽ മൈലപ്രയിൽ നമ്മൾ രണ്ട് പേരെ നോക്കുന്നുണ്ട്, ഒരു അച്ഛനും അമ്മേനെയും. അപ്പോൾ അവർക്കായിട്ട് നമ്മൾ പണി കഴിക്കുന്ന വീടാണ് കേട്ടോ അത്. നമ്മളിവിടെ വർക്ക് തുടങ്ങിയത് 17-ാം തീയതി ഡിസംബർ 17 ഉച്ചയ്ക്ക് ശേഷമാണ്. അതിൻ്റെയാണ് നമ്മൾ ഫസ്റ്റത്തെ സ്ക്രീൻഷോട്ട് ഇട്ടത്. കാരണം നമ്മൾ അന്ന് തന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ബേസ്മെൻറ്റ് മുതലാട്ടോ, കോൺക്രീറ്റ് ബേസ്മെൻറ്റ് മുതൽ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന രൂപം വരെ തീർക്കാനാണ് ഇത്രയും ദിവസം എടുത്തത്. ഡിസംബർ 17 ഉച്ചയ്ക്ക് തുടങ്ങിയിട്ട് നമ്മൾ ജനുവരി 6-ാം തീയതി അവസാനിപ്പിച്ചു. അതിൽ 3 ദിവസം കറണ്ട് പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയിട്ട് ലീവും ഉണ്ട്. വെറും 16 ദിവസം കൊണ്ട് നിങ്ങളിതാ ഈ കാണുന്ന ഒരു രൂപയായിരുന്നു ഡിസംബർ 17-ാം തീയതി ഞങ്ങൾ ചെന്നതിന് ശേഷം തറ കീറിയ ഒരു സ്റ്റേജാണ് ഈ കാണുന്നത് കേട്ടോ. ഇത് ഇന്ന് തന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുന്നിട്ട വീഡിയോ 17-ാം തീയതി എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഈ വീട് ഇങ്ങനെ ഇത്രയും പെട്ടെന്ന് ആവാനുള്ള ഒരൊറ്റ കാരണം എന്ന് പറഞ്ഞാൽ ഈ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ജയരാജൻ. നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർക്കൊക്കെ അറിയാം. എൻ്റെ നാട്ടുകാരനാണ്, നമ്മളെ കളിക്കൂട്ടുകാരനാണ്. ഓൻ്റെ ഒരു ഒറ്റ മിടുക്കൊണ്ടാണ് ഈ ഒരു വീട് ഇത്ര കുറച്ച് ദിവസം കൊണ്ട് ഈ ഒരു രീതിയിലായത്. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ഈ വീഡിയോ നമ്മൾ സ്ഥിരം വാച്ച് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അറിയാം. കാരണം ഇത് നമ്മൾ വെറുതെ ചെയ്തു കൊടുക്കുന്ന ഒരു വീടാണ്. അതും കൂടാണ്ട് ഓൻ വേറെയും ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടിട്ടാണ് ഈ ഒരു വീട് ഇത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആക്കിയതും അതിൻ്റെ ഉള്ളിൽ അവിടെ ഉണ്ടായ സംഭവ വികാസങ്ങളൊക്കെ അമ്മ പറയും. പ്രതിസന്ധികളെന്നും നമ്മൾ ഉദ്ദേശിച്ചത് കാരണം ഇതിൻ്റെ ക്ലൈൻറ്റ് എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ ഈ നോക്കുന്ന അച്ഛനും അമ്മയും അവർക്ക് സുഖമില്ലല്ലോ. അപ്പോൾ അവരാകെ 3 ദിവസമാണ് ഈ വീട് വർക്ക് ചെയ്യുമ്പോൾ ആ ബേസ്മെൻറ്റിൻ്റെ സമയത്ത് മാത്രമാണ് അവരുണ്ടായിരിക്കുന്നത്. അത് കഴിഞ്ഞതും അവർക്ക് പെട്ടെന്ന് അസുഖം കൂടുതലായിട്ട് അവർ കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി. അത് ഡിസംബർ, അതായത് നമ്മളെ ക്രിസ്മസിൻ്റെ തലേ ദിവസം. അതെ, അന്നത്തെ ദിവസം ജയരാജൻ ജീവിതത്തിൽ മറക്കില്ല. കാരണം ആൾക്ക് സീരിയസ് ആയി അവിടുന്ന് അതായത് വർക്ക് ചെയ്യണോടത്തുനിന്ന് അവനെ വിളിച്ചിരുത്തി അവിടുന്ന് ഇപ്പോൾ 80, അതായത് ആൾക്കാരും ഇല്ല, വീടും കുറച്ച് ഉയരത്താണ്. ഈ ഒരാളെ പിടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ തന്നെയുള്ള ഒരു ഹോസ്പിറ്റലല്ലേ കൊണ്ടുപോയി. 2-3 ഹോസ്പിറ്റലിൽ നിന്ന് മടക്കി, ക്രിട്ടിക്കൽ ആയതുകൊണ്ട്. പിന്നെ ക്രിസ്മസിൻ്റെ തലേന്നായതുകൊണ്ട് ഒരുവിധ ഹോസ്പിറ്റലിൽ ഒന്നും സ്റ്റാഫുകളും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഇവര് പത്തനംതിട്ടയാണ്. അപ്പൊ പത്തനംതിട്ട ഏത് ഹോസ്പിറ്റലിലേക്ക് ആദ്യം പോയത്? അയ്യപ്പ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. അവിടുന്ന് അവര് മടക്കി, അവരവിടെ മടക്കിയിട്ട് താലൂക്കിക്ക് മടക്കി. അപ്പൊ ഇതൊക്കെ രാത്രി ജയരാജൻ നമ്മളെ വിളിക്കുന്നുണ്ട്. അതായത് ഭയങ്കര ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സ്റ്റേജ് ആയിരുന്നു. നമുക്കും ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. ഞങ്ങളാണെങ്കിൽ നാട്ടിലായിരുന്നു ആ സമയത്ത്. അവരന്ന് പോയി അഡ്മിറ്റ് ആയതാണ്. നിലവിലിപ്പോൾ അവർ കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. കുറച്ച് കണ്ടീഷൻ മോശമാണ്. ഡയാലിസിസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അന്നത്തെ ഒരു ദിവസം ഫുള്ളായിട്ട് ജയരാജൻ അവിടെ നിന്ന് രാവിലെയാണ് ഓൻ പോകുന്നത്. കാരണം ഓൻ പോന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീട് ഇന്നും തീരില്ല. കാരണം ഇവിടെ ജയരാജൻ്റെ കൂടെ നമ്മളൊരു 6 പേര് ഉണ്ടായിരുന്നു. അപ്പോൾ ആ 6 പേർക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ 6 പേരും ഭായിമാരാണ്. എന്തെങ്കിലും ഒന്ന് അനക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ജയരാജൻ വന്നേ പറ്റുള്ളൂ. അതുകൊണ്ട് ഓൻ അവിടെ നിന്ന് അന്ന് തന്നെ വന്നു. പിന്നെ അമ്മു അവരെ നോക്കാനായിട്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു ഇതുണ്ടല്ലോ, നമ്മളെ നാട്ടിലൊന്നുമില്ല, കേരളത്തിൽ ഉടനീളമുണ്ട്. അവര് കൂട്ടിയിരിക്കാൻ ആളുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു പുതിയൊരു പദ്ധതി തുടങ്ങിയിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഒരു ആഡ് കണ്ടായിരുന്നു. അപ്പോൾ അവരെ വിളിച്ചു. അപ്പോൾ ഇവർക്ക് ഇപ്പൊ കണ്ടില്ലേ, ആ ഒരു അമ്മയും അവരും മാത്രമേ ഉള്ളൂ. അപ്പോൾ നീക്കാൻ വയ്യാത്ത ഇത്രയും വലിയൊരു ആളെയും കൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജ് പോലത്തെ ഒരു ഹോസ്പിറ്റലിൽ ക്രിട്ടിക്കലായ ഒരു രോഗീനെയും കൊണ്ട് ഒരാളെ ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആണുങ്ങൾക്ക് തന്നെ പറ്റില്ല, പിന്നെ എങ്ങനെ ഒരു സ്ത്രീ ചെയ്യും? അപ്പോൾ അമ്മു അവരെ വിളിച്ചിട്ട് അവരെ അറേഞ്ച് ചെയ്ത് കൊടുത്തു. അവർക്ക് പേയ്മെന്റ് എങ്ങനെയാണ് വരുന്നത്? പേയ്മെന്റ് പെർ ഡേ 1500 വരും. അങ്ങനെ ഞങ്ങളൊരു 3 ദിവസത്തിന് അടുപ്പിച്ച് നിർത്തി. പിന്നെ കമ്മീഷൻ ഒരു 1500 രൂപയായിട്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് ഒരാളെ കിട്ടണ്ടേ. വേറെ നമുക്ക് എന്തായാലും പോയി നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ജയരാജൻ അവിടെ പോയി നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഈ ഒരു വീട് ഇത്ര പെട്ടെന്ന് ഈ ഒരു രീതിയിൽ ഒരിക്കലും ആക്കാൻ പറ്റില്ല. പിന്നെ ജയരാജനോട് മാത്രമല്ല, നമ്മളെ വർക്കേഴ്സിനോടും പറഞ്ഞിരുന്നു, കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയി പറഞ്ഞിരുന്നു. ഇത് നമ്മളിങ്ങനെ വയസ്സായ 2 ആൾക്കാർക്ക് വെറുതെ വെച്ച് കൊടുക്കുന്ന വീടാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം പരിശ്രമിക്കണം. രാവ് പകലില്ലാണ്ട് അവർ സമയം പോലും നോക്കാണ്ട് എടുത്തിട്ടാട്ടോ നമുക്ക് ഈ ഒരു വീട് ഈ ഒരു രീതിയിലാക്കാൻ പറ്റി. പിന്നുള്ള ഇതിലും വലിയ പ്രതിസന്ധികളും കാര്യങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ട്. അത് ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. കാരണം ഈ ഒരു വീഡിയോ പെടാൻ കാരണം ഇതിപ്പോൾ ഷക്കീലെടുത്ത വീഡിയോ, അതായത് നമ്മളൊരു സ്റ്റാഫ് വെൽഡർ എടുത്ത വീഡിയോസാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അതാണ് ഇതിൻ്റെ ഒരു ക്ലാരിറ്റി ഒക്കെ ഇങ്ങനെ വരുന്നത്. എന്നിട്ടും നമ്മൾ ഭംഗിക്കൊന്നും മാക്സിമം കുറവ് വരുത്തിയിട്ടില്ല. 410 സ്ക്വയർ ഫീറ്റുള്ളൊരു വീടാണ് ഇട്ടത്. അപ്പോൾ ബാക്കി വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസൊക്കെ ഞങ്ങൾ പോണ സമയത്ത് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. അത് ഇന്നിടാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് എന്ന് തുടങ്ങി എന്ന് അവസാനിപ്പിച്ചു എന്ന് പറയണമെങ്കിൽ ഈ വീടിൻ്റെ കംപ്ലീറ്റ് ഭിത്തിയുടെ വർക്ക് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇന്ന് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്താലേ ഉള്ളൂ ഇതിലത് റെക്കോർഡായിട്ട് കിടക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു ദിവസം തന്നെ നമ്മൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണത്.
ഈ ഒരു വീടിൻ്റെ വർക്കിനായിട്ട് ഞാനും അമ്മും 2 പ്രാവശ്യമായിട്ടാണ് ഈ സൈറ്റിൽ പോയത്. ഒന്ന് നമ്മൾ കുറ്റി അടിക്കാനായിട്ട് പോയി, പിന്നെ നമ്മൾ ഇങ്ങോട്ട് പോരുന്നതിൻ്റെ ഇടയിൽ ഒരു ദിവസം പോയി. കാരണം ഇപ്പോൾ നമ്മളെ പ്രൊജക്റ്റുകളൊക്കെ ഒരുപാട് ദൂരത്താണ്. ഇപ്പോൾ ഇന്ന് ഞങ്ങൾ കണ്ണൂരാണ്, നാളെ കോഴിക്കോടാണ്, പിന്നെ ഇനി കട്ടപ്പനൊക്കെ വർക്ക് തുടങ്ങി. അപ്പോൾ ഒരുപാട് ലോങ് ഡിസ്റ്റൻസിലാണ്. അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജയരാജനും ടീമിനും ഈ ഒരു വീട് ഇത്രയും പെട്ടെന്ന് തീർത്തേനല്ലേ. പ്രത്യേകിച്ച് നമുക്കിത് എന്ത് ഒരു രൂപ അതിലേക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് തന്നെ ഇറങ്ങണം. അപ്പോൾ ഇത്രയും പെട്ടെന്ന് തീർക്കൊണ്ട് അത്രയും നന്നായി നമുക്ക്. അതെന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇവർക്ക് എല്ലാവർക്കും നമ്മൾ സാധാരണ രീതിയിൽ വേറെയുള്ള വീടുകൾ ചെയ്യുന്ന പോലെ സാലറി കൊടുക്കണം. പക്ഷേ ഞങ്ങൾക്ക് ഒരു പുതിയ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്താലാണ് ഞങ്ങൾക്ക് ഈ ഫണ്ട് കിട്ടുക. കാരണം ഈ വീട്ടിലേക്ക് ഇങ്ങനെ ഫണ്ട് ഇറങ്ങും വേണം. അത് ഒരുപാട് ഡിലേ ആയി പോയി കഴിഞ്ഞാൽ പ്രൊജക്റ്റുകൾ സ്റ്റോപ്പായി പോകില്ലേ. പിന്നെ അവരെ വാടകയും നമുക്ക് പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റും.